ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞത് നമ്മുടെ കഫ്താനി മാക്സി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളെല്ലാവരും നമ്മൾ വിളിച്ചു നടത്തിയത് എല്ലാവരും കുളിപ്പിച്ച് മാറ്റി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്കിന്ന് പള്ളിയിലൊക്കെ പോകാനുണ്ട്. മക്കളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ മാറ്റാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് സറാറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെയും കാത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ മക്കളൊക്കെ മാറ്റില്ല, എന്തായാലും ഞാൻ നേരം മുഴുകും. അപ്പോൾ നമുക്ക് 7:45 നിസ്കാരം, 7:15 എത്തണം കേട്ടോ. ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും ഉപ്പയും മക്കളും ഉമ്മയും കൂടെ ഓട്ടോറിക്ഷയിൽ അടക്കാൻ വേണ്ടിയിലാണ് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ അതേ ഹിമിമോൾ ചാറ്റൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹെമോളവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ കൂടെ വരാൻ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളവളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, അവിടെ എത്തിയവൾ കാര്യം അവൾ ഉമ്മച്ചിനെ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മളവളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ല, നേരെ അകത്തോട്ട് തന്നെ ആക്കിയിട്ടാണ്. പിന്നെ നമ്മൾ നേരെ വിട്ട് പള്ളിയിലേക്കല്ല മദ്രസയിലേക്ക് കേട്ടോ. മദ്രസയിൽ വെച്ചിട്ടാണ് നിസ്കാരം. കാര്യം 7:45. അപ്പോൾ നമ്മൾ 7:15 ആകുമ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോറി, പള്ളിയല്ല കേട്ടോ, മദ്രസ. എൻ്റെ വയൽ എപ്പോഴും പള്ളിയിൽ നിന്ന് വരുള്ളൂ. മഴയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കാരം ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ മദ്രസയിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനത്തെ ഹൈസിന്മ ഭയങ്കര കരിച്ചിലായിരുന്നു ഇന്നത്തെ ദിവസം. അത് രാത്രി ഉറങ്ങാൻ നേരം വെക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ എണീറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കിറുക്കായിരുന്നു. ഹൈസിമാന് കുർത്തിയും അതുപോലെ നമ്മുടെ തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മദ്രസയിൽ നിന്ന് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇതുമ്പാറൊക്കെ പറഞ്ഞ് ഇതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ പാടത്തേക്ക്, അതായത് മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാട്ടോ നമ്മൾ പോണത്. ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ പെരുന്നാൾക്കും നമ്മൾ ആദ്യം അവിടെ ഇട്ട് പോവാറ്. പോയി എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ അവരാരുടെ വീട്ടിലേക്കായിട്ട് വരാറുള്ളത്. അപ്പോൾ ഇന്നും അതേ, ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അടയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടയും കഴിച്ചു. ചായ കുടിക്കേണ്ടവർ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നേരം എല്ലാവരും സംസാരിച്ചിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൂടുതൽ ഭയങ്കര രസമാട്ടോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചുള്ളത്. അത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവലുണ്ട്. പിന്നെ എന്നിട്ട് എന്താ പറയുക, ഒരു സ്നേഹ സൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരോടൊന്ന് പിന്നെ ചായ കുടിച്ച് അവിടെ നേരെ ഇറങ്ങി. ഇനി അതിൻ്റെ ഇടയിൽ മക്കളെ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമ്മളവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഐസിന് തുണിയും കുർത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാ ഭാഗത്തും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് പിന്നെ നേരെ വണ്ടി കയറി വീട്ടിലേക്ക് വിട്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ചുമ്മാ ഉള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിച്ച് റെഡി ആവണം. വീണ്ടും പള്ളിക്ക് വരാനുള്ളതാണ് നിസ്കരിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ വേഗം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഓർഡർ ചെയ്തതാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിലുണ്ടാക്കാറാണ്. ഇപ്രാവശ്യം എല്ലാവരും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ജസ്മോ ഞങ്ങൾ എത്തുന്ന മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ കയറി. ഇനി നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനത്തെ പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടിട്ടത് ഇതാണ് കേട്ടോ. ഇത് കുറുമ്പടിക്കുന്ന ഉപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളെ എന്താ പറയുക, കോഡ് സെറ്റ് പോലെ, അതായത് ഷോർട്ട് കുർത്തി പോലെയാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ തിരുമ്പാൻ വേണ്ടി നിന്നു. ആ പണിയൊന്നുമില്ല, നമ്മൾ നേരെ മെഷീനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചണ്ടിക്കോയിൻ്റെ ബിരിയാണി. അപ്പോൾ അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നു. അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ പിന്നെ നമസ്കാരം കഴിഞ്ഞ് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേമിമോൾ രണ്ടാമത്തെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതും കുറുമ്പടിക്കുന്ന ഇപ്പോൾ എടുത്ത് തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഷോർട്ട് കുർത്തിനെ അവൾക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഐസിമ പിന്നെ ഡ്രസ്സിലാണ് നടക്കുകയാണ്, കരഞ്ഞാണ്ട്. രാവിലെ മുതൽ മൊത്തം കരച്ചിലായിരുന്നു കേട്ടോ. ആൾ ഒരു കിടക്കാൻ നേരം വയ്ക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ നേരത്തെ നീച്ചും ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഞാൻ ഇമ്മിക്ക് ഏകദേശം ഒരേ മോഡൽ തന്നെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അമ്മേൻ്റെ അടുത്തൊന്ന് പോകണം, ഉപ്പാൻ്റെ മൂത്ത പെങ്ങളടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ നിൽക്കുകയാണ്. പിന്നെന്താണ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വീഡിയോ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പം ഞാൻ രാത്രി കുറുമ്പടിക്കൊക്കെ പോകട്ടോ. ബാക്കിയത്തെ വീഡിയോ അവിടെ വെച്ചിട്ട് കാണാം. അത് നാളത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാല്ലാ നാളെ ഒരു വ്ളോഗ് ഉണ്ടെങ്കിൽ അത് നാളെ കാണാം. ഓക്കെ, ടിറ്റാ. ഡ്രസ്സൊക്കെ അടിപൊളിയല്ലേ? അപ്പം ഓക്കെ, ടിറ്റാ.